Hi all, good afternoon. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക് എല്ലാം മനസ്സിലായോ? ക്ലാസ് ഏതായിരുന്നേ? ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? അതെ. ക്വസ്റ്റ്യൻ ആയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തേ? അതെ. അതെല്ലാം ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാറുണ്ട്. ഓക്കെ, നമുക്ക് ടെൻസ് പഠിക്കാം. ഓക്കെ, അപ്പൊ ടെൻസ് നമുക്ക് എത്ര വിധം ടെൻസ് ഉണ്ട്? 3 ടൈപ്പ് ടെൻസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതെ. ഇവയിൽ ഓരോന്നിനും 4 ആസ്പെക്ട്സ് ഉണ്ട് അല്ലേ? പ്രസന്റ് എന്തൊക്കെയുള്ള? പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ? 4 ആസ്പെക്ട്സ് ആണ് പ്രസന്റിലുള്ളത്. അതുപോലെ തന്നെ പാസ്റ്റിലുണ്ട്, ഫ്യൂച്ചറിലുണ്ട് അല്ലേ? പാസ്റ്റ് ഏതൊക്കെയാ? പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെൻസിനെ കുറിച്ച്. സുനിൽ സാർ പഠിപ്പിച്ചായിരുന്നു ഞങ്ങളെ ടെൻസ് ഒക്കെ. ടെൻസ് കംപ്ലീറ്റ് ആണോ? അപ്പോ ടെൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ആണല്ലേ? അപ്പൊ ഇനി ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് പിന്നെ ആവശ്യം? ഞാനിപ്പോ ടെൻസ് ആണ് പ്രിപ്പയർ ചെയ്ത് വന്നേ. റിപ്പോർട്ടർ സ്പീച്ച് ആയിരുന്നു നല്ല. എനിക്ക് എപ്പടി ഏതൊക്കെ ടോപ്പിക്കെ ക്ലിയർ ചെയ്ത് പോകാനുള്ളത് പറഞ്ഞുതരാമോ എനിക്ക്? ഏതൊക്കെയാ ഏതൊക്കെയാ എടുക്കാനുള്ളത് ഏതൊക്കെയാന്ന് പറയാമോ? കാരണം എന്നെ 2ാമത്തെ ക്ലാസ് അല്ലേ, എനിക്ക് അതിന് മുന്നേ ഒക്കെ എടുത്തിരുന്നേന്ന് എനിക്കറിയില്ല. ആരെങ്കിലും പറയാവോ? ഓരോ ക്ലാസ്സിലും പുതുതായിട്ട് പിള്ളേര് ചേരുന്നുണ്ട്. ആണല്ലേ? അപ്പൊ ടെൻസ് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഞാൻ ടെൻസ് എടുക്കട്ടെ എന്നാല്. ആരെങ്കിലും പറയോ? ടെൻസ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിലെ? ഇല്ല മിസ്സേ, ഇല്ല. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ചോ എല്ലാം കഴിഞ്ഞാണോ? പ്രോണൗൺ, റിലേറ്റീവ് പ്രോണൗൺ, ഓക്സിലറീസ്, കഴിഞ്ഞാണ്. നിങ്ങൾ എന്തെങ്കിലും ടോപ്പിക് ഒന്ന് പറയാമോ എന്നോട്? എനിക്ക് ഏതൊക്കെയാണെന്ന് കൺഫ്യൂഷൻ ആണ്. കാരണം ഞാൻ ആദ്യം എടുക്കണത് കൊണ്ട് എനിക്ക് ഏതൊക്കെ കഴിഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അതൊന്ന് പറയാമോ? ദിവ്യ കേൾക്കുന്നുണ്ടോ? ദിവ്യ കേൾക്കുന്നുണ്ടോ? ഏതൊക്കെയാണ് ഈ ടോപ്പിക് എടുക്കാനുള്ളതെന്ന് പറയാമോ? എനിക്ക് സുനിൽ സാറിന്റെ അധികം ക്ലാസ് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ടെൻസ് എടുത്താണോ? ടെൻസ് ഞാൻ ടെൻസിനാണ് ഇപ്പൊ പ്രിപ്പയർ ചെയ്തേ. കാരണം നിങ്ങൾക്ക് അത് എടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നേ. ടെൻസ് എടുത്താണോ? ടെൻസ് അറിയാവുന്നതാണോ? ടെൻസിന്റെ ക്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ക്ലാസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആണല്ലേ? ഓക്കെ,
നൗസിയ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. എനിക്കും സുനിൽ സാറിന്റെ ക്ലാസ് അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാനും കുറച്ചായതേ ഉള്ളൂ ചേർന്നിട്ട്. ആണല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഓരോ ബാച്ചിലും പുതിയ സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആദ്യം മുതലാണ് എടുത്തു പോകുന്നത്. കഴിഞ്ഞ ഇത് ടീച്ചർക്ക് മുമ്പ് വന്ന ടീച്ചർ നൗണാ എടുത്തോണ്ടിരുന്നത്, പ്രൊനൗണും. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാൽ അത് ഫോളോ ചെയ്ത് പോവാം അല്ലെ? അങ്ങനെ ഞാൻ ടെൻസ് എടുക്കട്ടെ, ഇന്ന് ടെൻസ് എടുക്കാം. അപ്പൊ ഓക്കെ, ഓക്കെ. ഇതിനു മുന്നും മിസ് ചെയ്ത് എടുത്തേ പ്രോനൗണിന്റെ റിലേറ്റീവ് അതൊക്കെ. പ്രോണോണും റിലേറ്റീവ് പ്രോണോണും കഴിഞ്ഞാണോ? പ്രോണൗൺ ക്ലാസിഫിക്കേഷൻ ഫുൾ എടുത്തായിരുന്നു നിർമ്മല മിസ്. ഫുള്ള് തീർന്നായിരുന്നു പ്രോനൗണിന്റെ. പ്രോണോൺ തീർന്നു. റിലേറ്റീവ് പ്രോണോണോ? അതും കഴിഞ്ഞു. അതുവരെ എടുത്തു നിർത്തിയേക്കുന്ന ഇപ്പം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് കണ്ടിന്യൂ ചെയ്ത് പോകാം കേട്ടോ. അഡ്ജക്റ്റീവ്സും അഡ്വർബ് കോൺവേർഡ് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, ലാസ്റ്റ് നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിലേക്കൊക്കെ എത്താം. കാരണം പുതിയ സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, ഓക്കെ മിസ്. അത് മതിയില്ലേ എല്ലാവർക്കും? അങ്ങനെ മതി. ഓക്കെ, അപ്പൊ ഇന്ന് ടെൻസ് ആണ്. ടെൻസ് ഇപ്പോ പറഞ്ഞ പോലെ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ അല്ലെ? ഇന്ന് നമുക്ക് പ്രസന്റ് ടെൻസിനെ കുറിച്ച് പഠിക്കാം. പ്രസന്റ് ടെൻസിൽ വരുന്നതാണ് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ എന്താ സിമ്പിൾ പ്രസന്റിൽ വരുമ്പോ എന്താ വരാ? റൈറ്റ് അല്ലെ? റൈറ്റ്സ് വരും അല്ലെ? കണ്ടിന്യൂസിലോ ഈസ് ആം ആറാണ് വരുന്നതെങ്കിൽ സബ്ജക്ട് വരുന്നെങ്കിൽ റൈറ്റിംഗ് വരും. പെർഫെക്റ്റിലോ ഹാസ്, ഹാവ്, റിട്ടേൺ അല്ലെ? അതുപോലെ പെർഫെക്റ്റ് കണ്ടിന്യൂസിലെ ഹാസ്, ഹാവ്, ബീൻ, റൈറ്റിംഗ്. ഓക്കെ, ഇപ്പോ പ്രസന്റ് സിമ്പിൾ എന്ന് പറയുന്നത് എന്താ? നമുക്കിപ്പോ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലേ? നമുക്കതൊരു എന്താ ഹാബിറ്റ്സ് ആവാം അല്ലെ? നമുക്ക് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന റൊട്ടീൻ ആവാം, അല്ലെങ്കിൽ ഒരു പെർമനന്റ് സിറ്റുവേഷൻ ആവാം, പിന്നെന്താ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആവാം, പിന്നെ ടൈം ടേബിളോ സ്കെഡ്യൂൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അതിനൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് പറയണത് അല്ലെ? ഞാൻ എക്സാമ്പിൾ നോക്കാം കേട്ടോ. അതിന്റെ ഫോം എന്താ പറയുന്നത് നോക്കിയേ. ഐ, യു, വി, ദേ ആണ് വരുന്നതെങ്കിൽ V1, അതായത് ബേസ് ഫോം ആയിരിക്കും. അതുപോലെ ഹി, ഷീ, ഇറ്റ് ആണ് വരുന്നതെങ്കിൽ V1 പ്ലസ് എസ് ആഡ് ചെയ്യണം അല്ലെ? ഇതാണ് സിമ്പിൾ പ്രസന്റ് ഫോം. അപ്പൊ എന്താ ഒന്ന് മ്യൂട്ട് ചെയ്യണം, എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ഇപ്പൊ നമുക്കൊരു നമ്മുടെ ഹാബിറ്റ്സ് എക്സ്പ്രസ് ചെയ്യാനൊക്കെ നമുക്ക് നമ്മുടെ ശീലങ്ങളൊക്കെ ആവർത്തിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാനാണ് നമുക്ക് സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യാം അല്ലെ? ഇപ്പൊ എന്താണ് എക്സാമ്പിൾ? ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 AM അല്ലെ? അത് നമ്മുടെ ഒരു റൊട്ടീനാണ് അല്ലെ? ഒരു ഹാബിറ്റ് ആണ്. നമ്മുടെ ഡെയിലി 5 മണിക്ക് ഇരിക്കുന്ന ഒരു ഹാബിറ്റ് അല്ലേ? ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 AM. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറാണ് പതിവ് അല്ലെ? പതിവായി ചെയ്യുന്ന കാര്യമാണത്. അപ്പൊ അത് നമുക്ക് പറയാം സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറയാം അല്ലെ? അതേപോലെ എന്താ? ഷീ യൂഷ്വലി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. എന്താ പതിവായി അവൾ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അത് ഒരു റൊട്ടീനോ അല്ല റൊട്ടീനാണെന്ന് പറയാം അല്ലെ? പിന്നെ എന്താ? ഐ ഗോ ഫോർ എ വാക്ക് എവറി ഡേ. അവിടെ എന്താ? ആ റൊട്ടീൻ അല്ലേ? സിമ്പിൾ പ്രസന്റ് ആണ്. The sun rises in the east. സൂര്യൻ പതിവായി ഉദിക്കല്ലേ? അതെന്താ? ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ? അല്ലെ? അതും നമുക്ക് സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറയാം. ഇവിടെ റൈസസ് എന്താ വരാൻ കാരണം? The sun അല്ലെ? ഇറ്റാണ് അവിടെ തന്നെ അല്ലെ? ഇപ്പൊ ഈ ഷീറ്റ് വരുമ്പോൾ V1 ഫോം ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ? അതുകൊണ്ടാണ് the sun rises എന്ന് വന്നത് ഇവിടെ. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, അതേപോലെ we usually get
home by fire. Next, the meeting begins at 10. അതൊക്കെ എന്താ ഒരു ടൈം ടേബിളും സ്കെഡ്യൂൾസ് ആണ് അല്ലെ? അതുകൊണ്ടാണ് അവിടെ അതൊക്കെ സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് കറക്റ്റ് അല്ലേ? അത് കഴിഞ്ഞ് പ്രസന്റ് പെർഫെക്റ്റ് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് എന്താ? പ്രസന്റ് പെർഫെക്റ്റ് സോറി, സിമ്പിൾ പ്രസന്റ് തന്നെ ഇപ്പൊ ഓൾവേസ് കീവേഡ്സ് ഉണ്ടോ? കീവേഡ്സിൽ ഓൾവേസ്, ഓഫൺ, യൂഷ്വലി, ഓൾവേസ്, എവരി, നെവർ കണ്ടോ? ഇതൊക്കെ വരുമ്പോ വന്ന സെന്റൻസ് എല്ലാം സിമ്പിൾ പ്രസന്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഏത് കീവേഡ്സ് ആണ്? ഓൾവേസ്, ഓഫൺ, യൂഷ്വലി, always, every, never, sometimes, generally, habitually, rarely, regularly, daily, every, etc. അങ്ങനെ കുറച്ച് സെന്റൻസ്, കുറച്ച് വേർഡ്സ് ഉണ്ട്. അതെല്ലാം എന്നത് സിമ്പിൾ പ്രസന്റിൽ ആയിരിക്കുള്ളൂ. then ഏതാ? പ്രസന്റ് കണ്ടിന്യൂസ്. അവിടെ എന്താ? ഫോർ ആക്ഷൻ ഹാപ്പനിങ്, ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ എന്താ? നൗ, അറൌണ്ട് നൗ അല്ലേ? അതെന്താ പറയാ? സ്റ്റാർട്ടിങ്ങോ, അതായത് സ്റ്റാർട്ടിങ് റീസെന്റ് ആൻഡ് എൻഡിങ് സൂൺ എന്ന് പറയാം അല്ലെ? തുടങ്ങാനിരിക്കുന്നതോ അതോ അവസാനിക്കാൻ പോകുന്നതോ അതിനൊക്കെ പ്രസന്റ് കണ്ടിന്യൂസിൽ പെടുത്താം. അതുപോലെ തന്നെ ടെമ്പററി ആക്ഷൻ, ഒരു ഫ്യൂച്ചർ ആക്ഷൻ, അതൊക്കെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ? അതിന് ഫോം എന്താ? ഐ പ്ലസ് ആം പ്ലസ് ing ഫോം അല്ലെ? അതുപോലെ തന്നെ വി, യു, ദേ ആണ് വരുന്നതെങ്കിൽ ആർ, അത് കഴിഞ്ഞിട്ട് ing ഫോം ഉപയോഗിക്കാം. ഈ ഷിറ്റ് ആണെങ്കിൽ ഈസ് ing ഫോം അല്ലെ? എക്സാമ്പിൾ എന്തൊക്കെയാ? ലിസൺ, ലിസൺ ദ ബേബി ഈസ് ക്രൈയിങ്. എന്തുകൊണ്ടാ ക്രൈയിങ്? അത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അല്ലെ? അല്ലെ? അതുകൊണ്ട് അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ ഐ ആം പ്രിപ്പയറിംഗ് ഫോർ ആൻ എക്സാം. ഇതെങ്ങനെ വന്നു? ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എന്നാൽ കഴിഞ്ഞിട്ടില്ല അല്ലെ? ഇപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോ അതും പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. then they are flying to Dubai tomorrow. എന്താ? അവർ നാളെ ദുബായിലേക്ക് പറക്കുന്നു അല്ലെ? അതും ഫ്യൂച്ചർ ആണ് അല്ലെ? പക്ഷെ എന്നാലും നടക്കാൻ സാധ്യതയുള്ള ഫ്യൂച്ചർ ആണ്. അങ്ങനത്തേതിനൊക്കെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിൽ തന്നെ പെടുത്താം അല്ലെ? അതിനെ കുറച്ച് കീവേഡ്സ് എന്തൊക്കെയാ? നൗ, ഓൺ, പിന്നെന്താ? ലിസൺ, ലുക്ക്, ലൈക്ക്, ലവ്, ഹോപ്പ്, ഹേറ്റ്, സ്മെൽ, തിങ്ക്, വാണ്ട്, വിഷ്, സീ, സീൻ, സൗണ്ട്, എക്സ്ക്യൂസ്, ഫീൽ, forget, agree അല്ലെ? ഇതുപോലത്തെ കുറെ വേർഡ്സ് ഒക്കെ ഇങ്ങനത്തെ സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, എല്ലാവർക്കും അത് ക്ലിയർ അല്ലേ? then ഏതാ? പ്രസന്റ് പെർഫെക്റ്റ് അല്ലെ? links the past and the present to talk about past experience, to refer to unfinished time അല്ലെ? ഇതിനൊക്കെ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. എന്നുവെച്ചാല് കുറച്ച് കൺഫ്യൂസ് ആയി തോന്നുന്ന ടെൻസ് ആണിത് അല്ലെ? പേര് ഇപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എന്നാണെങ്കിലും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് അല്ലെ? ഈ ടെൻസിന്റെ കാര്യത്തില് ആക്ഷൻ ചെയ്ത് തുടങ്ങിയത് പാസ്റ്റിലാണെങ്കിലും പാസ്റ്റിലായിരിക്കും അല്ലെ? ചിലപ്പോ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും, പക്ഷെ ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതുമാവാം അല്ലെ? ചെയ്ത് എന്താ പാസ്റ്റിലായിരിക്കും നടക്കുന്നത്, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ, എന്നാലും ചിലപ്പോ നടന്നുകൊണ്ടിരിക്കാം. അങ്ങനത്തെ സെന്റൻസ് ഒക്കെ
എന്തൊക്കെയാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അതിന് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെന്താ ഈ സെന്റൻസിൽ ഈ ടെൻസിൽ തന്നെ പാസ്റ്റിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ ഈ ടെൻസ് യൂസ് ചെയ്യാം. അതാണ് പറയണത് ടു ടോക്ക് അബൌട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ്. പാസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ നമുക്ക് ഈ സെന്റൻസ് ഉപയോഗിക്കാം. ഓക്കെ, അൺഫിനിഷ്ഡ് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് ഈ സെന്റൻസ് യൂസ് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾ ഒക്കെ നോക്കാം. അതിനു മുമ്പ് ഇത് ഫോം എങ്ങനെയാണ് നോക്കാം. ഇതിന്റെ ഐ യു ബി ദേ സബ്സ്റ്റായി വന്നാൽ ഹാവ് ചേർത്ത് അതിന്റെ കൂടെ V3 എന്താ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം അല്ലെ, അത് യൂസ് ചെയ്യണം. ഹി ഷീ ഇറ്റ് ആണെങ്കിൽ ഹാസ് ഉപയോഗിച്ചിട്ട് V3 ഫോം ഉപയോഗിക്കണം. ഓക്കെ, ഈ ഫോംസ് ഒക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഇതെല്ലാം പഠിച്ചു വെക്കണം. ടെൻസ് അറിഞ്ഞാൽ തന്നെ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിന് മനസ്സിലാവും. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ആയത് ആരും പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. എല്ലാവരും മനസ്സിലാക്കിയിട്ട് ഓർത്ത് വെക്കുക. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. ഓക്കെ, സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഇതിന്റെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഹി ഹാസ് ലോസ്റ്റ് ഹിസ് പാസ്പോർട്ട് അല്ലെ. ഇതെങ്ങനെയാ? പാസ്പോർട്ട് നഷ്ടപ്പെട്ടു അല്ലെ, നഷ്ടപ്പെട്ട് കഴിഞ്ഞു അല്ലെ. പക്ഷെ അതിന് പ്രസന്റ് ആയിട്ട് ബന്ധമുണ്ട്. കാരണം എന്താ, ആ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതിന്റെ ഒരു എന്താ അനുഭവം അയാൾക്കുണ്ട് അല്ലെ. അതുകൊണ്ട് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതായത് നഷ്ടപ്പെട്ടു, പാസ്പോർട്ട് ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞു അല്ലെ. എന്നാലും നമുക്ക് പ്രസന്റിൽ അതിന് ബുദ്ധിമുട്ടുണ്ട് അല്ലെ. പാസ്പോർട്ട് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് വിഷമങ്ങളും അയാള് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത് അല്ലെ. നെക്സ്റ്റ്, ഷി ഹാസ് ഫിനിഷ്ഡ് ഹിസ് വർക്ക്. ഹെർ വർക്ക് ആണ് ഇവിടെ വരേണ്ട, മിസ്റ്റേക്ക് ഉണ്ട്. ഷി ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക് അല്ലെ. എന്താ, വർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇത് കഴിഞ്ഞ കാര്യമാണ്, പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നതോ പിന്നെ അതിനെ കുറിച്ച് വിഷമിക്കേണ്ടതോ അങ്ങനത്തെ ഒരു ആവശ്യങ്ങളോ ഒന്നുമില്ല. കഴിഞ്ഞു അല്ലെ, ഫിനിഷ്ഡ് ആണ്. അതെല്ലാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ഷി ഹാസ് ഓൾറെഡി പെയ്ഡ് ദ ഫീ അല്ലെ. അതെന്താ വരും? പേ ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. അൺഫിനിഷ്ഡ് ആണ് എന്ന് പറയുമ്പോ പേ ചെയ്ത് കഴിഞ്ഞതാണ്, പക്ഷെ ഇനിയും പേ ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്നതും പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അതിനൊരു എക്സാമ്പിള് എന്താ, ഐ ഹാവ് ഓൾറെഡി സീൻ ദ ഡെന്റിസ്റ്റ് ട്വൈസ് ദിസ് വീക്ക് എന്നൊക്കെ പറയുമ്പോ നമ്മ എന്താ, ഇപ്പൊ ആഴ്ചയിൽ ഇതിനോടകം 2 ഡെന്റിസ്റ്റിനെ കണ്ടു എന്നാണ് പറയണേ അല്ലെ. അത് ഞാനിപ്പോ പറഞ്ഞ സെന്റൻസ് ആണ്, നമ്മുടെ നോട്ടിൽ ഇല്ല ആ സെന്റൻസ്. ഓക്കെ, ക്ലിയർ ആയിട്ട് കേൾക്കുക. ഐ ഹാവ് ഓൾറെഡി സീൻ ദ ഡെന്റിസ്റ്റ് ട്വൈസ് ദിസ് വീക്ക് അല്ലെ എന്ന് പറയുമ്പോ നമ്മ ഈ ആഴ്ച ഇതിനോടകം 2 ഡെന്റിസ്റ്റിനെ കണ്ടു കഴിഞ്ഞു. പക്ഷെ എന്താ, ചിലപ്പോ ഇനിയും കാണാം അല്ലെ. ഇനിയും കാണാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ ഇനി കാണേണ്ടി വരും ഡോക്ടറെ അല്ലെ. അപ്പൊ അതെന്താ, അൺഫിനിഷ്ഡ് സെന്റൻസ് ആണല്ലേ. അപ്പൊ എന്താ, അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ അല്ലേ. അപ്പൊ അതിനെ കുറച്ച് കീവേഡ്സ് എന്തൊക്കെയാ? ജസ്റ്റ്, യെറ്റ്, ഓൾറെഡി, യുവർ, നെവർ, ഫോർ, സിൻസ്, സോ ഫാർ, റീസെന്റ്ലി അല്ലെ. ഇതൊക്കെ ഒരു സെന്റൻസിൽ വന്നാല് അതൊക്കെ എന്താ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്താ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ. Action started in the past and continues in the present. Focuses more on the duration of the action. എന്താ മനസ്സിലായില്ലേ? അതായത് പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും എന്താ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും അല്ലെ.
അതായത് പാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അല്ലെ? പിന്നെന്താ ഈ ടെൻസിൽ എന്താ കൂടുതൽ യൂസ് ചെയ്യുന്നത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ പ്രവൃത്തി എത്ര നാളായി ചെയ്യുന്നു, അതായത് തുടരുന്നു എന്നതിനെയാണ്. അത് ഡ്യൂറേഷൻ ഓഫ് ദി ആക്ഷൻ, അതൊക്കെയാണ് കൂടുതലും ഈ ടെൻസ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലെ? അതിന്റെ ഫോം എന്താ? ഐ, യു, വി, ദേ ആണെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ബി പ്ലസ് ING ഫോം. അല്ലെ? അപ്പോ ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ബി പ്ലസ് ING ഫോം. ഓക്കെ? അപ്പൊ എന്താ എക്സാമ്പിൾ നോക്കാം. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ഞങ്ങൾ നിന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു, അല്ലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്താ, അത് പാസ്റ്റ് കഴിഞ്ഞു, എന്നാലാ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കില്ല പ്രവൃത്തി, അല്ലെ? വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അടുത്തതോ ഹാസ് അല്ലോ, അവിടെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അവിടെ ബേബി ഉണ്ട്. The baby has been sleeping 4 hours. Mistake ഉണ്ട്, അത് ക്ലിയർ ചെയ്ത് തരാട്ടോ. The baby has been sleeping 4 hours. എന്താ പറയാ? കുഞ്ഞ് 4 മണിക്കൂറായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കാൻ ഡ്യൂറേഷൻ കാണിക്കണേ അവിടെ, അല്ലെ? ഇത്ര മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഡ്യൂറേഷൻ അല്ലേ? അപ്പൊ അങ്ങനത്തെ സെന്റൻസ് എല്ലാനും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരും. അതുപോലെ തന്നെ എന്താ, ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ, അതും ഒരു ഡ്യൂറേഷൻ ആണ്, അല്ലെ? അപ്പോ അതും നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് പറയാം. അതിന് കുറച്ച് കീവേഡ്സ് നോക്കാം. For, since, all day, how long, recently, lately. ഇതൊക്കെ നമുക്ക് സെന്റൻസിൽ വന്നാൽ അതൊക്കെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്. ഓക്കെ, നോട്ട് നിങ്ങൾ എഴുതിയെടുക്കണ്ട കേട്ടോ. നോട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, ഓക്കെ മിസ്. നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് ഞാൻ പറയേ, നോട്ട് ചെയ്യോ? സാറ dash breakfast every morning. എന്താ പറയാ? cooks, cooking, cooked. ഇതിൽ ഏതാ പറയാ? ലുക്സ്. Sarah dash breakfast every morning. Cooks, cooked, cooking. ഏതാ പറയാ? cooks അല്ലേ? ആണ്. അതെന്തുകൊണ്ടാണ്? സാര ഷീ ആണ് വന്നേ, അല്ലെ? ഷീ വന്നുകൊണ്ട് നമ്മൾ എസ് ചേർക്കുന്നു, അല്ലെ? വെർബിന്റെ കൂടെ എസ് ചേർക്കുന്നു.
Next, every night I dash my book. Read, reads, reading. ഏതാ വരാ? റീഡ്. 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 എന്തുകൊണ്ടാണ്? അവിടെ ഐ ആണ് അല്ലേ? ഒന്നുണ്ട്. അതെ. ഐ സബ്ജക്ട് ആയതുകൊണ്ട് V1 ഫോം ആണ് അവിടെ യൂസ് ചെയ്യേണ്ട. അപ്പൊ റീഡ് ആണ് വരുന്നത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. I always dash a lot of questions. എന്താ? asking, asked, ask. എന്താ വരാ? asked. എന്താ വരാ? ആസ്ക്. ആസ്ക്. എന്തുകൊണ്ടാണ്? അവിടെ ഓൾവേസ് വന്നു അല്ലേ? ഓൾവേസ് വന്നാലും അവിടെ V1 ഫോം ആയിരിക്കും അല്ലേ? ഓക്കെ. then she dash too fast. drive, driving, drives. ഏതാ വരാ? ട്രൈസ്. drives. ഓക്കെ. the dog dash at the sorry സിമ്പിൾ പ്രസന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എക്സാമ്പിൾ എന്തിനു വേണം? she always dash the dog. എന്താ? walk, walks, walking. ഏതാ വരാ? she always dash the dog. walk, walking, walks. ഏതാ വരാ? വാക്സ്. walks ആണ്. കാരണം എന്താ? she അല്ലേ ഇവിടെ വന്നേ? she always ഉണ്ട് അല്ലേ? walks ആണ്. മിസ്റ്റേക്ക് പറ്റരുതേ. എല്ലാവരും മനസ്സിലാക്കി പഠിക്കേണ്ട. ഈ നോട്ട് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? തന്നിരിക്കുന്ന നോട്ട് ക്ലിയർ അല്ലേ? അതെ. ക്ലിയർ ആണ്. അതെ. ഓക്കെ. ഇതിപ്പോ പ്രസന്റ് ടെൻസിന്റെ നോട്ടാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് നമുക്ക് സിമ്പിൾ പാസ്റ്റ് നോക്കാം. പാസ്റ്റ് ടെൻസ് നോക്കാം കേട്ടോ. പക്ഷെ നോട്ട് ഇപ്പൊ ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടെ. ഓക്കെ. നോട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ തരാം. എക്സാമ്പിൾസ് സെൻഡ് ചെയ്യോ? എന്തിനാണ്? പ്രസന്റിന്റെയോ? ഇപ്പോൾ തരുന്നത് പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ടാവോ? മോഡൽ ക്വസ്റ്റ്യൻസ്. ഓ, ഇത് പ്രസന്റിന്റെ നോട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് പ്രസന്റ് ടെൻസിന്റെ എക്സാമ്പിൾസ് വേണോ? ആ വേണം. ഇതിന്റെ കൂട്ടത്തില് ക്ലാസ് നോട്ടിന്റെ കൂട്ടത്തില് എക്സാമ്പിൾസും തരാണെന്ന് പറഞ്ഞാല് എളുപ്പമായിരുന്നു. മാറിപ്പോവാതിരിക്കും. ഓക്കെ, തരാം. ഗോദാവരി നിങ്ങൾക്ക് തരാം കേട്ടോ. എക്സാമ്പിൾസ് ആഡ് ചെയ്തിട്ട് തരാം. ഓക്കെ. നെക്സ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് നോക്കാം. പാസ്റ്റ് ടെൻസ് നോട്ട് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണില്ല. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. നോട്ട് നിങ്ങൾക്ക് അവർ അയച്ചു തരും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ക്ലാസ് മനസ്സിലാവുന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നില്ല അപ്പൊ പറയുന്നോട്ടോ. ക്ലിയർ ആവുന്നതൊക്കെ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. അല്ലെങ്കിൽ ഡൗട്ട് നിങ്ങൾക്ക് വെക്കരുത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഓപ്പണായിട്ട് സംസാരിക്കാം. നമുക്കത് ക്ലിയർ ചെയ്ത് വേണമെങ്കിൽ പോവാം. ബാക്കി ടെൻസുകളുടെ ഒക്കെ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് അതെന്തിന്റെ ഒപ്പത്തില് കിട്ടുമോ? ഇപ്പൊ ഇത് പ്രസന്റ് അല്ലേ? പ്രസന്റിന്റെ ക്വസ്റ്റ്യൻസ് പ്രസന്റ് ഈ നോട്ടിൽ തന്നെ ഉണ്ടാവും. അത് അടുത്തത് പാസ്റ്റ് ടെൻസ് വരും. പാസ്റ്റ് ടെൻസിന്റെ ക്വസ്റ്റ്യൻസും അതിൽ തന്നെ ഉണ്ടാവും. എക്സാമ്പിൾസ് മതിയില്ലേ? എങ്ങനെ? ഓക്കെ. 4 ഫോമും കൂടെ വരുന്ന ടൈപ്പ് എന്തോ? സിമ്പിൾ, പ്രസന്റ്, പെർഫെക്റ്റ്, കണ്ടിന്യൂസ്, അങ്ങനെ 4 ഫോം അല്ലേ? അതെ. പ്രസന്റ് എല്ലാനും ആ എക്സാമ്പിള് തരാം ഞാൻ. ഈ 4 ആസ്പെക്ട്സിന്റെയും ബേസ് ചെയ്തിട്ട് എക്സാമ്പിൾസ് അല്ലേ അതിൽ ഉദ്ദേശിച്ചേ? അതെ. ഓക്കെ. നമുക്ക് അത് ഞാൻ ചെയ്തേക്കാം. എക്സാമ്പിള് ചെയ്യാം. വെറുതെ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു പോവേട്ടാ. വെറുതെ പറഞ്ഞു പോവേണേ. ശ്രദ്ധിച്ചിരിക്കാം.
സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് എന്താ? പാസ്റ്റ് അല്ലെ, സംഭവിച്ച കാര്യങ്ങളെ സൂചിപ്പിക്കാനും അല്ലെ, പാസ്റ്റിലെ ശീലങ്ങളെ സൂചിപ്പിക്കാനും ഒക്കെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം അല്ലെ. കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് അല്ലെ മെയിൻ ആയിട്ട്. അപ്പൊ അതിന്റെ ഫോം എന്തായിട്ട് വരും? സബ്ജക്ട് പ്ലസ് V2 ഫോം ആ വരുള്ളൂ. V2 ഫോം പ്ലസ് ഒബ്ജക്റ്റ് എന്നാ വരാ. അതായത് V1 V2 V3 പറയില്ലേ, അതുപോലെ V2 ഫോം ആണ് വരാ. അപ്പോ എന്താ, ഐ റോട്ട് എ ലെറ്റർ, റൈറ്റിന്റെ V2 ഫോം ആണ് റോട്ട് അല്ലേ? അതെ. അതെ, അപ്പൊ അങ്ങനെ വരുള്ളൂ. ഐ റോട്ട് എ ലെറ്റർ. അപ്പൊ അതിന്റെ ഫോം ഏതാ? സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ? If the simple past is used to express an action completed in the past and the time of the action indicated by a word or clause. അല്ലെ, ഭൂതകാലത്ത് സംഭവിച്ച കാര്യങ്ങളെ ഒരു ഭൂതകാലത്തിൽ പ്രത്യേക സമയത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. അപ്പൊ ഏതൊക്കെ ടൈമിലാണ് പാസ്റ്റ് ഉപയോഗിക്കുന്നത്? സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയാനും പാസ്റ്റിലെ ശീലങ്ങളെ കുറിച്ച് പറയാനും അല്ലെ. ഇപ്പോ പാസ്റ്റില് യൂസ് ചെയ്ത പതിവായി നടക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും. അതുപോലെ എന്താ, ഒരേ സമയം സംഭവിച്ച രണ്ട് പ്രവർത്തികളെ സൂചിപ്പിക്കാനും സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും. അപ്പൊ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണേ? കഴിഞ്ഞുപോയ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ പതിവായി നടക്കുന്ന കാര്യങ്ങൾ. പാസ്റ്റിൽ ഒരു പ്രത്യേക സമയത്ത് സംഭവിച്ച പ്രവൃത്തിയെയും പിന്നെന്താ, പതിവായി പതിവായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെയും പിന്നെന്താ, പാസ്റ്റിൽ തന്നെ ഒരേ സമയത്ത് രണ്ട് സമയത്ത് സംഭവിച്ച പ്രവൃത്തികളെ സൂചിപ്പിക്കാനും നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും അല്ലെ, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. ക്ലിയർ അല്ലേ അത്? ഓക്കെ, അതിനുള്ള എക്സാമ്പിൾ ആണ് ഇപ്പോ ഐ റോട്ട് എ ലെറ്റർ. അതെന്താ, ഞാൻ ലെറ്റർ എഴുതിയല്ലേ, കഴിഞ്ഞു പോയ കാര്യമല്ലേ. പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണെങ്കിലോ, കഴിഞ്ഞ പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ അത് നമുക്കിപ്പോ ഹി യൂഷ്വലി വെന്റ് ടു ബെഡ് അല്ലെ, അതൊരു പതിവായി നടക്കുന്ന കാര്യമാണ് അല്ലെ. ഹി യൂഷ്വലി വെന്റ് ടു ബെഡ് ലേറ്റ് ലാസ്റ്റ് ഇയർ അല്ലെ. പതിവായി അയാൾ എന്താ, വൈകിയാണ് കിടക്കാൻ പോവാറ് അല്ലെ. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അല്ലെ, കഴിഞ്ഞ വർഷമായിട്ട് അയാള് ലേറ്റ് ആണ് കിടക്കുന്നത്. ഹി യൂഷ്വലി വെന്റ് ടു ബെഡ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. അപ്പൊ അതെന്ത് ടെൻസാ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. കാരണം എന്താ, കഴിഞ്ഞ് പാസ്റ്റിൽ പതിവായി നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. ക്ലിയർ അല്ലേ അത്? ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമുക്ക് ഇപ്പോ അങ്ങനെ എന്താ പതിവായി നടക്കണ ഒരു സംഭവത്തില് ഇപ്പൊ ഓൾവേസ്, ആ സെന്റൻസിൽ എന്തൊക്കെയാ വരാം? ഓൾവേസ് വരാം, യൂഷ്വലി വരാം, ഓഫോൺ വരാം, റെഗുലർലി വരാം അല്ലെ. ഇങ്ങനെ ഈ സെയിം വേർഡ്സ് വരികയാണെങ്കിൽ ആ വേർഡ് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ. പറഞ്ഞ പോലെ ഹി യൂഷ്വലി went to bed late last year. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ നോക്കാം. അപ്പൊ യൂഷ്വലി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു വേർഡിന്റെ, ആ സെൻസിന്റെ മീനിങ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവില്ലേ. കുറെ അങ്ങനെ മനസ്സിലാക്കി എടുക്കാം. കറക്റ്റ് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാണ്ട് പെട്ടെന്ന് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ഞാനിട്ടുന്ന നോട്ട് അതിപ്പോ നിങ്ങൾക്ക് വായിക്കുമ്പോ ചിലപ്പോ ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാവുക അല്ലെ. നിങ്ങൾക്ക് നിങ്ങളുടേതായ വേ ഓഫ് ലേണിംഗ് ഉണ്ട് അല്ലെ, അതിലൂടെ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ നോട്ട് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചൊരു ബെറ്റർ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുമോ. അപ്പൊ പെട്ടെന്ന് മറക്കില്ല. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ ഒരിക്കലും മറക്കില്ല. ഓക്കെ, അപ്പോ വേറെ എക്സാമ്പിൾ നോക്കാം. ബാലു ഓൾവേസ് ഡ്രാങ്ക് മിൽക്ക് വെൻ ഹി വാസ് എ ചൈൽഡ് അല്ലെ. അതെന്താ, കഴിഞ്ഞു പോയ കാര്യവുമാണ് അല്ലെ, നടന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ് കഴിഞ്ഞ ഒരു പാസ്റ്റില് അല്ലെ. കാരണം ആ കുട്ടി ചെറുതായിരുന്നപ്പോൾ എന്താ എപ്പോഴും പാല് കുടിക്കായിരുന്നു. കാരണം അവന്റെ ചെറുതിലെ ചൈൽഡ് വെൻ ഹി വാസ് ചൈൽഡ് അല്ലെ, അത്
കഴിഞ്ഞ ഭൂതകാലത്തിൽ പതിവായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അല്ലെ. അവിടെ എന്തുകൊണ്ടാണ് അവിടെ ഓൾവേസ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പറയാം സിമ്പിൾ പാസ്റ്റ് ആണ്. നെക്സ്റ്റ് എന്താ? സിമ്പിൾ പാസ്റ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ടു ആക്ഷൻ വിച്ച് ഹാപ്പൻസ് simultaneously in the past അല്ലെ. എന്താ അത്? ഭൂതകാലത്തിൽ ഒരേ സമയം സംഭവിച്ച രണ്ട് പ്രവൃത്തികളെ സൂചിപ്പിക്കാനും സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. when the shot broke birds flew അല്ലെ. when the shot broke birds flew അല്ലെ. വെടി പൊട്ടിയപ്പോൾ എന്താ? കിളികൾ പറന്നു അല്ലെ. അതെന്താ? രണ്ട് പ്രവൃത്തികൾ അത് തന്നെയുണ്ട് അല്ലെ. ഒന്ന് വെടി വെക്കുന്ന പ്രവൃത്തിയും നെക്സ്റ്റ് ഏതാ? ബേർഡ്സ് പറക്കുന്ന പ്രവൃത്തിയും അല്ലെ. രണ്ട് പ്രവൃത്തികൾ ഒരേ സമയം വന്നു, അതും കഴിഞ്ഞു പോയതാണ് അല്ലെ. when the shot broke birds flew അല്ലെ. വെടി പൊട്ടിയപ്പോൾ കിളികൾ പറന്നു, കഴിഞ്ഞു പോയ കാര്യവുമാണ്. എന്നാലോ രണ്ട് പ്രവൃത്തികൾ ഒരേ സമയം സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനത്തെ സെന്റൻസും എന്താ? സിമ്പിൾ പാസ്റ്റ് ആണ്. വേറൊരാളോട് നോക്കാം. when the prime minister arrived the officers stood up അല്ലെ. എന്താ? പ്രൈം മിനിസ്റ്റർ വന്നപ്പോൾ ഓഫീസേഴ്സ് എഴുന്നേറ്റ് നിന്നു അല്ലെ. അതും രണ്ട് പ്രവൃത്തികളാണ്. ഒന്ന് പ്രൈം മിനിസ്റ്റർ വന്നതും പിന്നെന്താ? നിൽക്കുന്നത്. രണ്ട് പ്രവൃത്തികളാണ്, ഒരേ സമയം നടന്ന രണ്ട് പ്രവൃത്തികൾ. അത് കഴിഞ്ഞ ഭൂതകാലത്തിൽ പാസ്റ്റ് സംഭവിച്ചത്. അപ്പൊ അതും സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ. പിന്നെന്താ? കുറച്ച് വേർഡ്സ്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് ലോങ് സിൻസ്, ഇറ്റ് ഈസ് ഏജ്, ഇയർ എന്നൊക്കെ പറയുന്ന കുറച്ച് വേർഡ്സ് ഇല്ലേ. അതിനുശേഷം നമ്മൾ എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ഈസ് ടൈം യു റീച്ച്ഡ് there അല്ലെ. അത് ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് എപ്പോഴും പ്രോണൗൺ യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് ടൈം യു റീച്ച്ഡ് there. അത് കുറച്ചുകൂടെ നോട്ട് തരുമ്പോ പറയുന്നല്ലേ കുറച്ചുകൂടി ബെറ്റർ അല്ലെ. ഇനിയിപ്പോ ഈ ടെൻസിനി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്ത് പോട്ടാ. ഓക്കെ. അപ്പൊ സിമ്പിൾ പാസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ. നെക്സ്റ്റ് ഏതാ? പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്താ? Past continuous tense is used to express an action which was going on when another action happened in the past. എന്താ? പാസ്റ്റിൽ നടന്ന ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും മറ്റൊരു പ്രവൃത്തി അതിനിടയിൽ സംഭവിക്കുകയും ചെയ്താൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ എന്താ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഇടയ്ക്ക് സംഭവിച്ച പ്രവൃത്തിയെ കുറിച്ച് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നു. അതായത് when his father came he was playing cricket. അവന്റെ അച്ഛൻ വന്നപ്പോൾ അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. മനസ്സിലായോ? മനസ്സിലാവേണ്ടത് പാസ്റ്റ് സംഭവിച്ചൊരു പ്രവൃത്തി. ഇപ്പൊ പാസ്റ്റിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയിരിക്കാം അല്ലെ. പാസ്റ്റിൽ ഒരു കാര്യം ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ അതിന്റെ കൂടെ തന്നെ അതിനിടയിൽ ഒരു പ്രവൃത്തി സംഭവിക്കുകയും പക്ഷെ ആ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിട്ട് ഉപയോഗിക്കുക. പക്ഷെ ആ ഇടയ്ക്ക് വന്ന പ്രവൃത്തി എപ്പോഴെന്താ? സിമ്പിൾ പാസ്റ്റിലായിരിക്കും. അതാണ് പറയണത്. when his father came he was playing cricket. മനസ്സിലായോ? അപ്പൊ അതിന്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം നോക്കാം നമുക്ക്. സബ്ജക്റ്റിന്റെ ഒപ്പം വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ്, അതിന്റെ കൂടെ ing പ്ലസ് ഒബ്ജക്റ്റ് എന്നാ വരാം. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്.
അപ്പോ when his father came he was playing cricket. ഇതിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതാ? അവന്റെ അച്ഛൻ വന്നപ്പോൾ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കളിക്കുകയായിരുന്നു അല്ലെ. അതിന്റെ അകത്ത് പാസ്റ്റ് ചെയ്താ പാസ്റ്റ് കണ്ടിന്യൂസ് he was playing cricket ആണ് അല്ലെ. when his father came എന്ന് പറയുന്നത് സിമ്പിൾ സിമ്പിൾ പ്രസന്റ്. അതെ സിമ്പിൾ പാസ്റ്റ്. അതെ ഓക്കെ. then ഏതാ? when the phone rang she was writing a letter അല്ലെ. ഫോൺ ഇറങ്ങിയപ്പോൾ അവൾ ലെറ്റർ എഴുതുകയായിരുന്നു. അപ്പൊ അവിടെ എന്താ? she was writing a letter ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് വരുന്നത് അല്ലെ. അതാണ് ഫസ്റ്റത്തെ. നെക്സ്റ്റ് ഏതാണ്? when the phone rang. അതേപോലെ തന്നെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ടു ആക്ഷൻസ് വിച്ച് were going on at the same time in the past. അതെന്താ? ഭൂതകാലത്തിൽ ഒരേ സമയം തുടർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സംഭവങ്ങളെ സൂചിപ്പിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. മനസ്സിലായ? കഴിഞ്ഞുപോയ കാര്യത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സംഭവങ്ങളെ സൂചിപ്പിക്കാനും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. while I was driving she was reading എന്താ? ഏതെങ്കിലും ബുക്കിന്റെ പേര് അല്ലെ. അപ്പൊ അവിടെ എന്താ? she was reading ആണ് തന്നെ അല്ലെ. she was reading a book എന്ന് പറയാം അല്ലെ. she was reading a book. അപ്പൊ അതാണ് കാരണം. എന്താ? ഒരേ സമയത്ത് രണ്ട് പ്രവൃത്തികൾ അല്ലേ. കാരണം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെ, കഴിഞ്ഞു പോയതാണ്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് ക്ലാസ്സിൽ? ഇപ്പൊ പാസ്റ്റ് എത്താൻ നമുക്ക് പാസ്റ്റ് സിമ്പിളും കഴിഞ്ഞു, പാസ്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ക്ലിയർ ആവുന്നില്ലേ? ഇതിന്റെ നോട്ട് മാത്രം തന്നാൽ മതിയില്ലേ ഇപ്പൊ കഴിഞ്ഞ ഇനി അടുത്ത ക്ലാസ്സിൽ? ഓക്കെ. ഞാൻ നോട്ട് തരുമ്പോ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അല്ലെ. പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് an action which had happened in the past before another action took place. ഭൂതകാലത്തിൽ രണ്ട് പ്രവൃത്തികൾ നടക്കുകയാണെങ്കിൽ അവയെ ആദ്യം നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് സംഭവിച്ച പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഏതാ? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം അല്ലേ. സോറി, നല്ല മ്യൂട്ട് ചെയ്യണേ. അപ്പൊ എന്താ പാസ്റ്റ് പെർഫെക്റ്റ്? എന്താ? ഭൂതകാലത്തിൽ രണ്ട് പ്രവൃത്തികൾ പാസ്റ്റിൽ രണ്ട് പ്രവൃത്തികൾ സംഭവിക്കുകയാണെങ്കിൽ അവയിൽ ആദ്യം നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഏതാ? പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് സംഭവിച്ച പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. ഞാനൊരു എക്സാമ്പിൾ നോക്കാം. when I reached the station the train had left അല്ലെ. അവിടെ ഹാഡ് ആണ് വന്നത് അല്ലെ. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ഹാഡ് ആണ് വന്നത്. അപ്പൊ അതിന്റെ ഫോം എന്താന്ന് നോക്കാം നമുക്ക്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട് എന്നാണ് അതിന്റെ ഫോം. I had seen the film. ഞാൻ ആ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. നെക്സ്റ്റ് ഏതാ? she had cooked some food. V3 ഫോം ആയതുകൊണ്ടാണ് അവിടെ കുക്ക്ഡ് വന്നത് അല്ലെ. സീനോ അതും V3 ഫോം ആണ്. അപ്പോ സബ്ജക്ട് ഐ. ഇവിടെ ഐ ഹാഡ് സീൻ ദ ഫിലിം, അവിടെ സബ്ജക്ട് ഏതാ? ഐ ആണ്. അതിന്റെ കൂടെ ഹാഡ് ഉപയോഗിച്ചു. നെക്സ്റ്റ് ഏതാ? സിയുടെ V3 ഫോം സീൻ അല്ലെ. സീൻ ഉപയോഗിച്ചു. ദെൻ ഒബ്ജക്ട് ഐ ഹാഡ് സീൻ ദ ഫിലിം അല്ലെ. ഈ സെന്റൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ. എന്റെ ഫോം ക്ലിയർ അല്ലേ? അവർക്ക് മനസ്സിലായില്ലേ? അടുത്ത നോക്കാം. ഷീ ഹാഡ് കുക്ക്ഡ് സം ഫുഡ്. അത് ഷീ സബ്ജക്റ്റ് ആണ്. അപ്പോ ഹാഡ് ചേർത്തു. നെക്സ്റ്റ് ഏതാ? എന്റെ V3 ഫോം, കുക്കിന്റെ V3 ഫോം ആണ് കുക്ക്ഡ് അല്ലെ. അപ്പോ കുക്ക്ഡ് സം ഫുഡ് ദെൻ ഒബ്ജക്ട്. അപ്പൊ എന്താ? സം ഫുഡ് വന്നു അല്ലെ. നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് നെക്സ്റ്റ് യൂസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താ? ഭൂതകാലത്തിൽ പാസ്റ്റിൽ രണ്ട് പ്രവൃത്തികൾ നടക്കുകയാണെങ്കിൽ അവയിൽ ആദ്യം നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ എന്താ?
പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് സംഭവിച്ച പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ എന്താ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കണം അല്ലേ? അതിന്റെ ഒരു യൂസ് ആണ്. ഈ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഒരു യൂസിംഗ് ആണ് നമ്മൾ പറയണത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് when I reached the station the train had left. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കണ്ട, ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ? the train had left, the train had left ആണ് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം the train പോയിട്ടുണ്ടായിരുന്നു, had വന്നു അല്ലെ? അപ്പൊ അതാണ് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ്. മനസ്സിലായാലോ? അടുത്ത നോക്കാം നമുക്ക്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ? അതിലെ ഫോം എന്തായിരിക്കാം? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ. അവിടെ ബീൻ വരും. പാസ്റ്റ് പെർഫെക്റ്റില് ഹാഡിന്റെ കൂടെ ബീൻ വരും. then verb, then ing form അല്ലെ? subject plus had plus been plus verb plus ing form എന്നാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി വരുന്നത്. അതാണ് അതിന്റെ ഫോം. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? subject plus had plus been plus verb plus ing form. നമ്മുടെ വെർബിന്റെ V3 ഫോം എന്നല്ല, ബേസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. വെർബ് മാത്രമാണ്. V1 ഫോം ആണ്. ഓക്കെ, past perfect continuous tense is used to express an action which was going on for a period of time when another action happened in the past. എന്താ? ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പ്രകടിപ്പിക്കാൻ എന്താ? ഇത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കുന്നു അല്ലെ? തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും രണ്ടാമത് സംഭവിച്ച പ്രവൃത്തി എന്താ? സിമ്പിൾ പാസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. അതാണ് അതിന്റെ ഫസ്റ്റ് യൂസ്. ഓക്കെ, അപ്പോ അതിനൊരു എക്സാമ്പിൾ നോക്കാം. I had been reading for hours before he came. അപ്പൊ അതിലേതാ? ആദ്യം നടന്ന പ്രവൃത്തിയെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് യൂസ് ചെയ്യണത്. അതാണ് I had been reading for hours before he come. before he come ആണ്, before he came ആണ്, സോറി, before he came ആണ് സിമ്പിൾ പാസ്റ്റ്. അവൻ വരുന്നതിന് മുമ്പ് എന്താ? മണിക്കൂറുകളായി ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ഹാഡ് ബീൻ വരും എന്താ? കൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് വരും അല്ലെ? ഹാഡ് ബീൻ ആണെങ്കിൽ, ഹാഡ് ആണെങ്കിലോ ഹാഡ് എന്താ? കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഹാഡിൽ വരിക. ഹാഡ് ബീൻ ആണെങ്കിലോ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലെ? വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഹാഡ് ബീൻ നമ്മൾ യൂസ് ചെയ്യാം. മനസ്സിലായോ? വേറെ എക്സാമ്പിളോട് നോക്കാം. We had been shopping in that shop before we came home. അല്ലെ? വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് എന്താ? ഷോപ്പിംഗ്, ആ കടയിൽ നിന്ന് ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലെ? ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് വരാം അല്ലെ? ഓക്കെ, സിമ്പിൾ പാസ്റ്റ് മനസ്സിലായോ? നിങ്ങൾ ആദ്യം ഓരോ ഫോം ഞാൻ പറഞ്ഞില്ല, ഫോം മാത്രം നോക്കുക. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ഏത് ഫോം വരാ? സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്ട്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ഏതാ? സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്ട്. V2 ഫോം ഏതാ? V1 V2 V3. അതൊക്കെ അറിയാലോ. V1 V2 V3 എല്ലാവർക്കും അറിഞ്ഞൂടെ? പ്രത്യേകിച്ച് അതൊന്നും പറയണ്ടല്ലോ. അപ്പോ സിമ്പിൾ പാസ്റ്റില് സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് വരും അല്ലേ? നെക്സ്റ്റിലോ പാസ്റ്റ് കണ്ടിന്യൂസ്ലി എന്ത് വരും? സബ്ജക്ട് പ്ലസ് വാസ്, വെയർ പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ് വരും. അവിടെ ing ഫോം വരും അല്ലെ? കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ing ഫോം എന്തായാലും വരും. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ അല്ലേ? അതിന്റെ കൂടെ ing ഫോം വരും. then ഒബ്ജക്റ്റാ വരിക അല്ലേ? He was playing cricket.
അതെന്താ? ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. പ്ലേയിങ്ങോ? ഹി സബ്ജക്ട്. വാസോ? മനസ്സിലായില്ലേ? സബ്ജക്ട് കഴിഞ്ഞിട്ട് വാസ് അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കണം അല്ലെ? ദെൻ വെറുപ്പാണ് വരാ. വെറുപ്പിന്റെ കൂടെ എന്താ ഉപയോഗിക്കുക? ING ഉപയോഗിക്കുക. അതുകൊണ്ടാണ് അവിടെ ഹി വാസ് പ്ലേയിങ് അല്ലെ? പ്ലേയിങ് കളിക്കുക അല്ലേ? അപ്പൊ ING ഫോം ചേർക്കുമ്പോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? പ്ലേയിങ് എന്ത്? ക്രിക്കറ്റ് ആണ് അവിടെ ഒബ്ജക്റ്റ് അല്ലെ? അപ്പോ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്താ? സബ്ജക്ട് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഫോം ഒന്ന് കറക്റ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓരോ സെന്റൻസ് കാണുമ്പോഴും ഏത് ഫോം ഏത് ടെൻസ് ആണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഏതാ? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിലോ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റില് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അതെന്താ? സബ്ജക്ട്. ഐ ഹാഡ് സീൻ ദ ഫിലിം. ഇവിടെ സബ്ജക്ട് ഏതാ? ഐ ആണ് അല്ലെ? ഹാഡോ? ഹാഡ് ചേർക്കണം, കാരണം എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അല്ലെ? അപ്പോ ഹാഡ്. നെക്സ്റ്റ് സീൻ. സീയുടെ V3 ഫോം ആണ് സീൻ അല്ലെ? അപ്പൊ എന്താ? നെക്സ്റ്റ് എന്താ? ഒബ്ജക്റ്റ് വരാ. അപ്പൊ ഐ ഹാഡ് സീൻ ദ ഫിലിം. ഫിലിം ഒബ്ജക്റ്റ്. എന്തോ? ഫിലിം Then വേറെ എക്സാമ്പിൾ, ഷീ ഹാഡ് കുക്ക്ഡ് സം ഫുഡ് അല്ലെ? അവിടെ ഷീ ആണ് സബ്ജക്ട്. ഹാഡ് നമ്മൾ ചേർക്കും, കാരണം പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഹാഡ് എന്തായാലും വരും അല്ലെ? Then കുക്ക്ഡ്. കുക്കിന്റെ V3 ഫോം ആണ് കുക്ക്ഡ്. എന്താണ് കുക്ക് ചെയ്തത്? സം ഫുഡ് അല്ലെ? അപ്പൊ ഫുഡ് ആണ് അവിടെ ഒബ്ജക്റ്റ്. അത് അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് മനസ്സിലായില്ലേ? എല്ലാത്തിന്റെ ഫോം പഠിച്ചു വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. Then ഏതാ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം അല്ലെ? ഇവിടെ ഹാഡ് പ്ലസ് V3 ഫോം ആണ് വന്നേ. പാസ്റ്റ് പെർഫെക്റ്റ് ആയപ്പോഴോ ഹാഡ് പ്ലസ് ബീൻ വന്നു പ്ലസ് വെർബ് വന്നു പ്ലസ് ING വന്നു അല്ലെ? ബീനും എക്സ്ട്രാ വന്നു, ING വന്നു അല്ലെ? അപ്പൊ എന്താ? എക്സാമ്പിൾ, ഐ ഹാഡ് ബീൻ റീഡിങ്. അവിടെ എന്താ? ഐ സബ്ജക്റ്റ് ആണ്, ഹാഡ് ബീൻ നമ്മൾ അവിടെ യൂസ് ചെയ്യണം. പിന്നെന്താ? റീഡിങ് അല്ലെ? വെർബിന്റെ കൂടെ ING ഫോം വന്നു അല്ലെ? 4 hours before he came അല്ലെ? ഓക്കെ, ക്ലിയർ അല്ലേ? സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ? പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും കഴിഞ്ഞു. അപ്പോ പ്രസന്റ് ടെൻസിനെ നോട്ട് ഇപ്പൊ ഞാൻ തന്നിട്ടുണ്ട്. ഇതാണ് പ്രസന്റ് ടെൻസിന്റെ നോട്ട്. ഇതില് കുറച്ച് എക്സാമ്പിൾസ് ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പോ പ്രസന്റ് ടെൻസിന്റെ എക്സാമ്പിൾ ഈ നോട്ടിൽ ഞാൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ സിമ്പിൾ ടെൻസിന്റെ നോട്ടും അതിന്റെ എക്സാമ്പിൾസും നിങ്ങൾക്ക് തരും. ഓക്കെ, അതിന് കൂടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസും കൂടെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നെക്സ്റ്റ് ഏത് ടോപ്പിക്കാ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേന്ന് പറയാമോ എന്നോട്? അപ്പൊ അടുത്ത ക്ലാസ്സിൽ എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏത് ടോപ്പിക്ക് നെക്സ്റ്റ് വേണ്ടേ? അല്ലെങ്കിൽ പ്രോണാണോ, അതിന്റെ കണ്ടിന്യൂഷൻ മതിയോ, അല്ലെങ്കിൽ വേറെ ടോപ്പിക് സബ്ജക്ട് ഒരു വേറെ ഡിഫറെന്റ് ടോപ്പിക് ആയിട്ട് വരണോ? ഏതാ വേണ്ടേ? ഒരാൾക്ക് അറിയോ? നൗസിയ എന്ന് പറയാമോ? കണ്ടിന്യൂഷൻ വേണോ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ടോപ്പിക് ഏതെങ്കിലും വേണോ? വേറെ എന്തെങ്കിലും ടോപ്പിക് ആയാലും വേറെ ടോപ്പിക്കോ? വേറെ ടോപ്പിക് ഏതാ? ഓക്സിലറീസോ? നിങ്ങൾ PSC നിങ്ങൾ പുതിയ സ്റ്റുഡൻസ് ആണോ? നൗസിക്ക് പുതിയ സ്റ്റുഡൻസ് ആണോ? ഒത്തിരി ആയില്ല ഇംഗ്ലീഷ് ക്ലാസ്. സാറിന്റെ ക്ലാസ് അതുമല്ല സാറ് കഴിഞ്ഞിട്ട് 2-3 ടീച്ചേഴ്സ് അല്ലാതെ തന്നെ വന്നു. അപ്പൊ ഓരോരുത്തര് പിന്നെയും തുടങ്ങും. അങ്ങനെ ആയതുകൊണ്ട് എനിക്കും അതാ സംശയം. കാരണം ഞാനും പുതിയതായതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെയാ എടുക്കുകയെന്ന് അറിയില്ല. അപ്പൊ ഞാനും ഏതെങ്കിലും ടോപ്പിക്കായിട്ട് വരുമ്പോഴായിട്ടുള്ളൂ നിങ്ങൾ പറയാം അത് എടുത്തിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ എനിക്കും കൺഫ്യൂഷൻ ആണ്. ഏത് ടോപ്പിക് എടുക്കണമെന്ന് എനിക്കും കൺഫ്യൂഷൻ ആണ് ഇപ്പൊ ഇവിടെ. അപ്പൊ നിങ്ങൾ ടോപ്പിക് കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ ഞാനപ്പോ അത് അടുത്ത ക്ലാസ്സിൽ നോക്കിയിട്ട് വരാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ടെൻസ് കഴിയുമ്പോ ടെൻസിന്റെ ടോപ്പിക് കഴിയാണ് അടുത്ത ക്ലാസ്സിൽ. അപ്പൊ ഏത് ടോപ്പിക് ഏതാ? ക്വസ്റ്റ്യൻ ഉണ്ടാകും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ?
ആക്റ്റീവ് വോയിസോ പാസീവ് വോയിസോ നോക്കിയാൽ മതിയാവോ? അതറിയോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ ഗ്രാമർ തന്നെ പോണോ? പെട്ടെന്ന് പറയുവാനേ. ദിവ്യ ഒന്ന് പറയാവോ? ദിവ്യ കേൾക്കുന്നുണ്ടോ? ദിവ്യ ഓരോ ടോപ്പിക് തീർത്ത് പോവാം. ഗ്രാമർ തന്നെ. ഗ്രാമർ വേണ്ട, അപ്പൊ ഒരു ടോപ്പിക്ക് പോയാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ ടോപ്പിക് ആയിട്ട് വരാം. ഓക്കെ, hope you all understood the class. അല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.